Fill my heart with your love and guide me throughout this day. Amen. Thought of the day. ആരുമില്ല. സൈനിങ് ഓൺ. പറയാം. പറഞ്ഞോ. Thought of the day. Life is like a boxing match. Perfect is not when you fall down, but when you refuse to get back up. കേട്ടില്ലേ? കേട്ടു. ഞാൻ ക്ലാപ്പ് ഇട്ടാർന്നല്ലോ. താങ്ക് യു. നീ തോട്ട് ഓഫ് ദ ഡേ ആരും ഇല്ലെങ്കിലും ഞാൻ പറയാം. പറഞ്ഞു. Good morning, everyone. I would like to express a warm welcome to all your respected teachers and all my dear friends. This is a wonderful opportunity to learn and grow together. Let's make this day a great one. ഓക്കെ. എല്ലാവരും റെക്കോർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കണം. പേയ്മെന്റ് ചെയ്തിട്ട് എത്ര ദിവസം എടുത്തു കിട്ടാനായിട്ട് റെക്കോർഡ് ഷീറ്റ്? അത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കിട്ടും കേട്ടോ. എനിക്ക് പെട്ടെന്ന് കിട്ടിയാർന്നേ. റെക്കോർഡ് ബുക്കിന് എത്രയാ പൈസ? 800 രൂപ. 800. റെക്കോർഡ് എഴുതാൻ പറഞ്ഞായിരുന്നോ? എന്താ എഴുതണ്ടേന്ന് വല്ലതും പറഞ്ഞായിരുന്നോ റെക്കോർഡില്? റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. മൈ കളക്ഷൻ ജിഷ മിസ് വന്നു. മൈ കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞ ഒരു റെക്കോർഡുണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ 5 എണ്ണം. അതാ ചെയ്യാൻ പറഞ്ഞ, പയ്യെ തുടങ്ങിക്കോളാൻ പറഞ്ഞത്. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. morning. Good morning, ma'am. Good morning. Please, നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇതാരായിരുന്നു prayer? ഇന്ന് ഞാനാണ്, ജോസ്മിയാണ് പറഞ്ഞത്. അതെയോ? ഓക്കെ ജോസ്, I missed it. Okay. So നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ? സൈൻ ഇൻ, തോട്ട് ഫോർ ദ ഡേ എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു.
ഓക്കെ, കുറെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റെക്കോർഡിന്റെ ഡൗട്ട് ആണോ? ഞാൻ റെക്കോർഡ് എഴുതാൻ പറഞ്ഞിരുന്നോ? റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തൊക്കെ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഡീറ്റെയിൽസ് തന്നിരുന്നോ? മാം അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞില്ല, അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. വെക്കേഷൻ തുടങ്ങുന്ന സമയത്തായിരുന്നു അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. വെക്കേഷൻ ആവുമ്പോ കുട്ടികളും വീട്ടിലെ എല്ലാവരൊക്കെ ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പൊ ആ സമയത്തിരുന്ന് ഒരുമിച്ചിരുന്ന് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ അപ്പോഴേക്ക് റെക്കോർഡൊക്കെ ഒന്ന് എടുത്തു വെക്കൂ, ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നവർ സ്റ്റാർട്ട് ചെയ്തോളൂ, നോ പ്രോബ്ലം. കാരണം ഞാനൊരു ക്ലാസ് തുടങ്ങിയ ഒരു 2 months ഒക്കെ ആവുമ്പോഴാണ്, 2 months ഒക്കെ കഴിയുമ്പോഴാണ്, 3 months ആ ഒരു സമയത്താണ് റെക്കോർഡ് കൊടുക്കാറ്, ഡീറ്റെയിൽസ് കൊടുക്കാറ്. പിന്നെ വെക്കേഷൻ വരുന്ന കാരണം ഞാൻ നേരത്തെ തന്നേ ഉള്ളൂ. അപ്പോ മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ ഞാൻ രണ്ടാമത് എഴുതേണ്ട റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കൂടെ തരാം. അപ്പൊ വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് അത് രണ്ടും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നോമ്പ് തുടങ്ങുകയാണ്. അപ്പൊ കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ബാച്ചുകളിലും, ആ സമയത്ത് പകലൊക്കെ ഫ്രീ ആയിരിക്കും, അപ്പൊ ഇരുന്ന് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അതും കൂടി കൊണ്ടാണ് നേരത്തെ ഒന്ന് പറഞ്ഞത്. എല്ലാവരും ആ സമയത്ത് റെക്കോർഡ് വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ലാതെയും വാങ്ങാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം. ആ റെക്കോർഡ് വാങ്ങാനുള്ളതിന്റെ നമ്പർ, ഒരു കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ അറിയാലോ. ആരെ കോൺടാക്ട് ചെയ്താലാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക. ഡീറ്റെയിൽസ് മീൻസ് അതിന്റെ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെ അയച്ചു തരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്പർ നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല മേഡം പറഞ്ഞായിരുന്നു. ബിന്ദുജ ആണോ? ഞാൻ ഒന്നുകൂടെ ഇട്ടേക്കാം. ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഷെയർ ചെയ്തല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ബാക്കി? അതിനകത്ത് മേഡം ഈ ഡിജിറ്റൽ പെയിന്റിംഗ് എന്നും പറഞ്ഞ ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ കളക്ഷൻ ബുക്കില്, അതെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിന്റെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാനായിട്ട് പറ്റും. ഓക്കെ, റെക്കോർഡ് എങ്ങനെ എടുക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ഡിജിറ്റൽ പെയിന്റിങ്ങിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞു തന്നിട്ടുണ്ടോ എങ്ങനെ എഴുതണ്ടേന്ന്? മൈ കളക്ഷൻ ബുക്കില് ഡി വരെയുള്ളതാണ് മിസ് പറഞ്ഞാക്കുന്നത്. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്, അവിടെ വരെ പറഞ്ഞോളൂ. അതെ, അവിടെ വരെ മിസ് പറഞ്ഞത്. അത് പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മൾ ഫാക്ട് ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള നോളജ് അത് നമ്മൾ എഴുതാനായിട്ട്. അല്ലാതെ ബ്ലൈൻഡ് ബിലീഫ്, അന്ധവിശ്വാസങ്ങൾ പോലുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. റിയാലിറ്റിയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. മോണ്ടിസോറി മെത്തേഡ് അത് തന്നെയാണ്, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. നോ ഫാന്റസി, അങ്ങനെ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി, സയന്റിഫിക് ആണ്, ഇറ്റ്സ് ട്രൂ, അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അല്ലാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മൾ പറയുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയും അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്നൊക്കെ. ബട്ട് വി കുഡന്റ് എക്സ്പ്ലെയിൻ, നമുക്ക് അതിനൊരു എവിഡൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതിന് പിന്നെ പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്, അത് 5 എണ്ണത്തിനെ കുറിച്ച് എഴുതാം. നിങ്ങൾക്ക് അനിമൽസ്, ബേർഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീച്ചേഴ്സിനെ കുറിച്ച് എഴുതാം.
വണ്ടർഫുൾ അനിമൽസ് ആ ഒരു രീതിയിലുള്ളത് എഴുതാം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് ഞാൻ എന്റെ റെക്കോർഡ് നിൽക്കട്ടെ കേട്ടോ. മാം ആനിമൽസിനെ പറ്റി ഇഷ്ടമുള്ള പിക്ചർ വെട്ടി ഒട്ടിക്കാവോ? ആ, നമ്മൾ അതിനെ പറ്റി എഴുതുന്ന അനിമൽസിനെ പറ്റിയുള്ള പിക്ചർ ആയിരിക്കണം. പിന്നെ വണ്ടർഫുൾ അനിമൽ അല്ലെങ്കിൽ ക്രീച്ചർ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ എഴുതിയിരിക്കുന്നത് വെജിറ്റേറിയൻ പിരാന എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ടല്ലോ. വെജിറ്റേറിയൻ പിരാന, നോൺ വെജിറ്റേറിയൻ പിരാന തന്നെയുണ്ട്, അത് ഫ്ലഷ് ഈറ്റിംഗ് പിരാനയുണ്ട്. അതല്ലാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ള പിരാന എന്ന് വെച്ചാൽ അത് പ്യുവർലി വെജിറ്റേറിയൻ ആയിരിക്കും. കട്ടിയുള്ള എന്തും നട്ട്സ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ കഴിക്കും. അങ്ങനത്തെ ഒരു ഫിഷ്. അതായത് ഹ്യൂമന്റെ ടീത്ത് പോലെയാ അതിന്റെ ടീത്ത് ഇരിക്കുന്നത്, കണ്ടോ? അതിന്റെ ഒരു പിക്ചർ അത് ഞാൻ ഒട്ടിച്ചു. പിക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു പാരഗ്രാഫ് മാത്രമേ എഴുതി. ഇപ്പൊ ഞാൻ ഒരു പേജിൽ 2 എണ്ണത്തിനെ കുറിച്ചുള്ളത് എഴുതി. അടുത്തൊരു ബേർഡ് ആയിരുന്നു, ഓറഞ്ച് പ്ലാന്റ് ബുഷ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാട്ടോ. അതൊരു എന്തെങ്കിലും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു പെക്യൂലിയാരിറ്റി, ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം ആ ഒരു അനിമൽ അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചർ. പിന്നെ എഴുതിയത് ടാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു അനിമൽ ആയിരുന്നു. ടാപ്പർ ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിഗിനെ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അത് സീബ്രയുടെ പോലെ വൈറ്റും ബ്ലാക്കും ചേർന്ന ഒരു രീതിയിലുള്ളതാണ്. താഴെ ഈ മുള്ളപ്പന്നി പോലുള്ള ഒരു ഫിഷ്, പോർക്കുപൈൻ ഫിഷ്. അത് ഇത് എനിമീസിനെ കാണുമ്പോഴേക്കും അതിപ്പോ പേടി എന്തെങ്കിലും അത് എനിമീസ് ആണെന്ന് തോന്നുവാണെങ്കിൽ അത് അതിന്റെ ബോഡി ഇങ്ങനെ ഉരുട്ടി ബോള് പോലെ, നമ്മുടെ സാധാരണ മുള്ളപ്പന്നി പോർക്കുപൈൻ ചെയ്യുന്ന പോലെ തന്നെ ആ മുള്ളിങ്ങനെ തെറിച്ചിങ്ങനെ നിൽക്കും. പിന്നെ മാം പാരാപ്പൈമേനെ കുറിച്ച് പിക്ചർ ഒട്ടിച്ചിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കത്തില്ലേ? അങ്ങനെ അതെനിക്കൊരു ഇതായിട്ട് തോന്നി, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫിഷ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. പിന്നെ ഞാൻ പ്രെയിങ് മാന്റിസ്, പ്രാർത്ഥിക്കുന്ന പ്രാണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിയിലൊക്കെ ചാടി ചാടി നടക്കുന്നത്. അത് അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ലെഗ് അങ്ങനെ പിടിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ അതെ അപ് ടു യു. നിങ്ങൾക്ക് ഭയങ്കര അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുവാണ്, വണ്ടർഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സീബ്ര. അതിനൊരു ചെറിയ ഒരു പെക്യുലാരിറ്റി ഉണ്ടല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രിപ്സ് ശരിക്കും പെയിന്റ് അടിച്ച് വെച്ച പോലെ തന്നെ കറക്റ്റ് അളവിലാണത്. പിന്നെ ജിറാഫ്, അതിന്റെ ആ കഴുത്തിന്റെ നീളം. കാങ്കുരു, മറ്റേ ബാഗ് ഉണ്ടല്ലോ വൈറ്റ്, ആ ഒരു സഞ്ചി. പിന്നെ വെയിൽസ്, തിമിംഗലം, ഡോൾഫിൻ, ഇതൊക്കെ വണ്ടർഫുൾ അനിമൽ തന്നെയാണ്. പിന്നെ അത് എന്തൊക്കെയായിരുന്നു, പിന്നെ പീകോക്ക്, വെരി ഗുഡ്, വണ്ടർഫുൾ അല്ലെ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണ് ദിസ് ഇസ് വണ്ടർഫുൾ എന്ന് തോന്നുന്നതെല്ലാം എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ പെയിന്റിംഗ്. ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് നിങ്ങൾ സംശയം പറഞ്ഞത്, ഞാനിത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MS പെയിന്റിംഗ് ഇല്ലേ, നമ്മുടെ മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളിൽ MS പെയിന്റിംഗ് എന്ന് പറഞ്ഞിരുന്നതല്ലേ, കുട്ടികൾ തന്നെ പെയിന്റ് ചെയ്യുന്നത് സിസ്റ്റത്തിൽ. മിക്ക LKG എല്ലാ CBSE സ്കൂളുകളിലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാകും. ഇവർ ആദ്യം പോകുന്നത് കമ്പ്യൂട്ടർ ലാബിലേക്കാ. അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ഈ MS പെയിന്റിംഗ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ കുട്ടികളെ ഡീല് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഡിജിറ്റൽ പെയിന്റിംഗ് നമ്മളൊന്ന് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്, ഈ ഒരു MS പെയിന്റിംഗ്. പക്ഷെ ഇപ്പോ വീടുകളിൽ ഇപ്പൊ ആ ഒരു ഫെസിലിറ്റി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സ്വന്തമായിട്ട് സിസ്റ്റമോ അല്ലെങ്കിൽ പുറത്ത് DTP സെന്ററിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. പല ബാച്ചുകാരും പറഞ്ഞൊരു കാര്യമാണ്, DTP സെന്ററിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആൻഡ്രോയിഡ് ഫോണിൽ ആ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് കുട്ടികൾ പറയുന്നു. അതുകൊണ്ട് അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. പക്ഷേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് സിസ്റ്റത്തില് ഈ
പടം വരയ്ക്കുന്നതും പെയിന്റ് കൊടുക്കുന്നതും എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. കൂടുതലും ജോമെട്രിക്കൽ ഷേപ്സും ചില അബ്സ്ട്രാക്ട് ഷേപ്പുകളൊക്കെ ആയിരിക്കും ഈ MS പെയിന്റിലുള്ളത്. നമുക്കത് സെലക്ട് ചെയ്ത് ഒരു പ്ലേസിൽ വെച്ച് അതിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് അതിലേക്ക് കളർ ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരെണ്ണം ചെയ്താൽ മതി. ഞങ്ങൾക്കൊക്കെ 3 ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ കളർ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റാത്തവര് പുറത്തു പോയി കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് കളർ പ്രിന്റ് ഔട്ട് കൊടുക്കണം എന്നില്ല. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമ്പോൾ അധികം ക്യാഷ് വരില്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ക്രയോൺസോ എന്തെങ്കിലും കളർ പെൻസിൽസോ വെച്ചിട്ട് കളർ ചെയ്താൽ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് ഈ ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്താണോ ഇതിനകത്ത് ഒട്ടിക്കേണ്ടത്? അതെ. ഓക്കെ. പ്രിന്റ് ഔട്ട് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ കളർ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നവര്, വീട്ടിൽ അതിനുള്ള സൗകര്യമുള്ളവർ മാത്രം കളർ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. പുറത്തുനിന്നാണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക. ക്രയോൺസോ കളർ പെൻസിൽസോ ഓയിൽ പേസ്റ്റൽസോ എന്തെങ്കിലും വെച്ച് അത് കളർ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ കുട്ടികൾ വരയ്ക്കുക. നമുക്ക് ജോമെട്രിക്കൽ ഷേപ്സും ചില അബ്സ്ട്രാക്ട് ഷേപ്പുകളൊക്കെ ഉണ്ടാവും. സോ അതാണ്. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അത് താഴെ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിന്റെ മെയിൻ ഹെഡിങ് ആണ് കേട്ടോ. F വരെ എഴുതി, G എന്ന് പറയുന്നതിന്റെ സബ് ഹെഡിങ്സ് ആണ് ബാക്കിയെല്ലാം. ഞാനൊരു പേജിൽ അതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തു, കളക്ഷൻസ് ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. നമുക്കിനി ഒന്നും എഴുതാനില്ല. ഏകദേശം ഒരു ABCDE അത്രയും വരെ നമുക്ക് എഴുതാനുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 5 കാര്യങ്ങൾ. അത് കഴിഞ്ഞ കംപ്ലീറ്റ് മീസ് പിക്ചേഴ്സ് ഒട്ടിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം പിക്ചേഴ്സ് ഒട്ടിക്കാനായിട്ട്. ഞാൻ ആദ്യമൊക്കെ റൈറ്റിൽ മാത്രം പിക്ചേഴ്സ് ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിച്ചു പോയി. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണേ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി അവിടെ എനിക്ക് പേജ് തികഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നത് സുഖം തോന്നുക. ഇങ്ങനെ ഒട്ടിച്ചപ്പോ ആ ഒരു ഫുൾ 2 പേജ് ഇങ്ങനെ നിവർത്തുമ്പോ അങ്ങനെ നല്ല ഫില്ലായിട്ട് കിടക്കുമ്പോ കാണാൻ തന്നെ എടുത്തു. അതുകൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും പിക്ചേഴ്സ് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാൻ മാത്രമേ. പക്ഷെ ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, നമ്മൾ ഈ ഒട്ടിക്കുന്ന പിക്ചറിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോ ഈ ലെഫ്റ്റ് സൈഡില് പിക്ചർ ഒട്ടിച്ചിട്ട് റൈറ്റ് സൈഡിലൊക്കെ 4 പിക്ചർ ഒട്ടിക്കുകയാണെങ്കിൽ 4 കുറിച്ചും 2 or 3 സെന്റൻസ് ആകുമ്പോഴേക്കും ഈ ഒരു പേജ് എന്ന് അറിയുമല്ലോ. ആ രീതിയിലും ചെയ്യാം കേട്ടോ. അപ് ടു യു, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറെ ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ് എന്നൊക്കെ. കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇതും കൂടെ ചേർത്താൽ നന്നായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ കളക്ഷൻ ബുക്ക് എന്നുള്ള അത് ആ ടൈറ്റിലുമായിട്ട് മാച്ച് ആകുന്ന എന്തും കളക്ട് ചെയ്ത് ഒട്ടിക്കാം. നമ്മളുടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന എന്തും. ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഫിഷസ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്രീസ്. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. എന്താ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്? വീട്ടുപകരണങ്ങൾ അല്ലെ, ഹോം അപ്ലയൻസസ്, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. ഫാൻ, ടേബിൾ ലാമ്പ്, ഇലക്ട്രിക് അയൺ, ഗ്യാസ് സ്റ്റൗ, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, വാക്വം ക്ലീനർ, പ്രഷർ കുക്കർ, ഗ്രൈൻഡർ, മിക്സർ, ഇലക്ട്രിക് ബൾബ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൈക്രോവേവ് ഓവൻ, സ്വിംഗ് മെഷീൻ, തയ്യൽ മെഷീൻ ഇല്ലേ, നൈഫ്സ്, ഫ്രൈങ് പാൻ, മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ, മറ്റേ ചതച്ചൊക്കെ എടുക്കുന്നത്, എഗ് ബീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, ഗ്രീൻ ബോർഡ്, ഡസ്റ്റർ, ടേബിൾ ആൻഡ് ചെയർ, ഡസ്റ്റ്ബിൻ, ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക്, ബുക്ക് ഷെൽഫ്, സ്കെയിൽ ആൻഡ് പെൻസിൽ, desk and bench, atlas and globe, പിന്നെ external parts of human body, നമ്മുടെ
ശരീരത്തിന്റെ പുറമെയുള്ള അവയവങ്ങൾ അല്ലെ, ഹെഡ്, നോസ്, എൽബോ, ഹാൻഡ്, ലെഗ്, ടൂസ്, ഫിംഗേഴ്സ്, ഐ, മൗത്ത്, ഇയർ, ലിപ്സ്, ടീത്ത്, അബ്ഡോമൻ. ഞാനൊരു 15 ഒട്ടിച്ചിട്ടുണ്ട്. ആം, ഫീറ്റ്. പിന്നെ ഇന്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, ബ്രെയിൻ, liver, kidney, lungs, heart, stomach, gallbladder, bladder, spleen, pancreas, large intestine, small intestine, vein and artery. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. ഞാൻ ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേൾഡ് വൈഡ് നോക്കാം. India Gate, Rajghat, Konark Temple, Red Fort, Taj Mahal, Mysore Palace, Rashtrapati Bhavan, Golden Temple, Vivekananda Rock, വിവേകാനന്ദ പാറയിലെ വിക്ടോറിയ മെമ്മോറിയൽ, കൽക്കട്ടയിലുള്ള വിക്ടോറിയ മെമ്മോറിയൽ. അങ്ങനെ ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ബിൽഡിങ്സ് ആണ്, അല്ലെങ്കിൽ മോണമെന്റ്സ് ഒക്കെ പറയില്ലേ, അതൊക്കെയാണ് ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾക്ക് അല്ലാതെ നോക്കാം. 7 വണ്ടേഴ്സ് ആ രീതിയിൽ ഒട്ടിക്കണം, അങ്ങനെ ഒട്ടിക്കാം. ഓക്കെ. പിന്നെ വെഹിക്കിൾസ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് എഴുതിയത്. എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മീൻസ് ഉണ്ടല്ലോ, എന്താണ്, റോഡിലൂടെ പോകുന്നത്, വാട്ടറിലൂടെ ഉള്ളത്, എയറിലൂടെ ഉള്ളത്. അപ്പൊ ചില കുട്ടികൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ചു. ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, വാൻ, കാർ, എയറോപ്ലെയിൻ, ബസ്, ഹെലികോപ്റ്റർ, ലോറി, ആംബുലൻസ്, ബോട്ട്, ട്രാക്ടർ, ഷിപ്പ്, ട്രെയിൻ, ബുള്ളോക്ക് കാർട്ട്. അങ്ങനെ എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഒട്ടിച്ചത്. പിന്നെ നാച്ചുറൽ തിങ്സ്, ഓഷ്യൻ, റിവർ, റെയിൻ, വാട്ടർഫോൾ, ട്രീ, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, റോക്ക്, ഫണ്ണേഴ്സ്. മാം അതൊന്ന് ഇങ്ങനെ നേരെ വെച്ച് കാണിക്കുവോ? എന്താണ്? ഇപ്പം നാച്ചുറൽ തിങ്സ് മാം പറഞ്ഞില്ലേ, അതൊന്ന് പിക്ചർ കാണാം. പിക്ചർ കാണാം. പിന്നെ അനിമൽസ് എല്ലാം ഞാൻ എഴുതി. വാട്ടർ അനിമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ഓർ സോൾട്ട്, പിന്നെ ഹ്യൂമൻ ബീയിങ്, ഇതൊക്കെ നാച്ചുറൽ തിങ്സ് ആണല്ലോ. പിന്നെ ലൈറ്റ്നിങ്, മിന്നലില്ലേ, പിന്നെ വോൾക്കാനോ, അഗ്നിപർവ്വതം, സ്നോഫോൾ, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണല്ലോ. Okay, next, working persons, farmer, soldier, doctor, policeman. Hello. From tailor medicines എന്നൊക്കെ പറയുന്നു. വർക്കിംഗ് പേഴ്സൺസ് ടൈലർ എന്നൊക്കെ പറയുമായിരുന്നു. കൂലി, ടൈലർ, മേസൺ, ബോക്സ്മാൻ, ബാർബർ, കാർപ്പൻറ്റർ, വെസൽ മേക്കർ, ബ്ലാക്ക് സ്മിത്ത്, കോബ്ലർ, പോട്ടർ, കുറെ ഉണ്ടാവുമല്ലോ നമുക്ക് വർക്കിംഗ് പേഴ്സൺസ് നോക്കുമ്പോൾ. ഇപ്പൊ കൂടുതൽ ഉണ്ടാവും, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നപ്പോൾ കൂടുതൽ ജോലി. നഴ്സ്, എഞ്ചിനീയർ, മെക്കാനിക്, ബേക്കർ, ഗ്രോസർ. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് ഞാൻ എഴുതിയത്. അപ്പൊ കുറെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഫെസ്റ്റിവൽസ് ആഡ് ചെയ്യാം അല്ലെ, സീസൺസ് ആഡ് ചെയ്യാം, വെതർ സീസൺസ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 7 വണ്ടേഴ്സ് ആഡ് ചെയ്യാം. ഫുഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്, ഫുഡ് ആഡ് ചെയ്യാം. പിന്നെ എന്താ ആഡ് ചെയ്യാൻ പറ്റുക കൂടുതലായിട്ട്? ക്ലോത്ത്സ്, യെസ്. നമ്മുടെ ഡ്രസ്സിംഗ് കൾച്ചർ ഡിഫറെന്റ്. ഫ്ലവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം, ഫ്ലവേഴ്സ് ഉണ്ട്.
നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ തോന്നുന്നതൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു, നിങ്ങൾ അത് എഴുതൂ. ഇപ്പൊ കുട്ടികളുടെയൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞൊക്കെ വരുവാണ്. കാരണം ചില സ്കൂളുകളിലൊക്കെ എക്സാം സെന്റർ 10th-നും +2-നും ഒക്കെ ഉള്ളതുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ മറ്റു ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയൊക്കെ തീർന്ന് അവരൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പൊ അമ്മമാരും കുട്ടികളും എല്ലാവരും വീട്ടിലെല്ലാവരും കൂടെ ചേർന്നിരുന്നതൊക്കെ ചെയ്യും. അപ്പൊ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. ഓക്കെ, അത് നിങ്ങൾ ഇത് ഒരുവിധം ഫിനിഷ് ആവുമ്പോൾ, ഞാൻ ഫിനിഷ് ആയാലും ഇല്ലെങ്കിലും ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക്, മാർച്ച് 10th-നുള്ളിൽ ഞാൻ അടുത്ത രണ്ടാമത് എഴുതേണ്ട റെക്കോർഡ് പറഞ്ഞു തരാം. സാധാരണ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞു തരാറ്. അപ്പൊ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരും ഒക്കെ ഒന്ന് വാങ്ങിച്ചൊക്കെ കഴിയട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഞാൻ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ, നമ്മൾ എവിടെയായിരുന്നു? ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു അല്ലെ? മോക്ക് ടെസ്റ്റ് ഒക്കെ തരാനുണ്ട്. മേഡം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കൂ. റെക്കോർഡ് ബുക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നേ. അപ്പൊ ഇത് പൊതിയണോ? നമ്മളിപ്പോ മേഡം പൊതിഞ്ഞേക്കുന്ന പോലെ ഇത് പൊതിയണോ? ഇറ്റ്സ് അപ് ടു യു. കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ് ടു യു. കഴിഞ്ഞ ബാച്ചില് ഒരു കുട്ടി ചോദിച്ചത് കവർ ചെയ്തില്ലെങ്കിൽ എന്റെ മാർക്ക് കുറയുമെന്ന്. എനിക്കത് കണ്ടോ ചിരി വന്നു. സോ ക്യൂട്ട് അല്ലേ? കുട്ടികളെ പോലെ ഭയങ്കര അത് ശരിക്കും ആ ഒരു സിൻസിയാരിറ്റിയുടെ കേട്ടോ. അത്രയും നിങ്ങൾ കാര്യമായിട്ട് ആ റെക്കോർഡിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് നോ പ്രോബ്ലം. കാരണം അലീസ പറഞ്ഞത് കവർ ചെയ്യുമ്പോൾ സ്മാർട്ട് ശ്രീയുടെ ആ ഒരു മൈൻഡ് കാണുന്നില്ല. അതുകൊണ്ട് ഒരു സംശയം വന്നു, കവർ ചെയ്യണോ വേണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. നമുക്ക് അതിന്റെ ഈ സൈഡ് കോർണറൊക്കെ ഇങ്ങനെ എവിടെയും തട്ടി വളയാതെ ഇരിക്കാൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബൈൻഡിന്റെ നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ലോഗോ ഒക്കെ കാണാനായിട്ട് പറ്റും. ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ച് ചെയ്യും. അല്ലെങ്കിൽ വൈറ്റും ലൈറ്റ് ബ്ലൂ ഒക്കെ അല്ലേ നമ്മളുടെ ഈ ഒരു ബൈൻഡില്, അതിൽ പെട്ടെന്ന് അഴുക്കൊക്കെ പിടിച്ചാലോ? സബ് ടു യു. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല. ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചും വെൽനെസ്, നമ്മുടെ സുഖം, സന്തോഷം, സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയോ? മീൻസ് ഉണ്ടായോ? എന്തെങ്കിലും നിങ്ങൾ ഞാൻ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നിയോ? കുറച്ചും കൂടി കോൺഷ്യസ് ആയി എല്ലാ മേഖലയിലും നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളതിനെ കുറിച്ച്. കുറച്ചുകൂടെ കോൺഷ്യസ് ആയി അല്ലെ? അലീസ പറഞ്ഞ കുറച്ചുകൂടെ കോൺഷ്യസ് ആയി. ഞാൻ എന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഫിസിക്കലി ഫിറ്റ് ആകാൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണോ? അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തവർക്ക് എനിക്കത് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? ഡാൻസ് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ട വന്നവർ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം. ഞാൻ എന്റെ സുഖം മാത്രമാണോ നോക്കാറ്? മറ്റുള്ളവരെയും കൂടെ ഞാൻ കരുതാറുണ്ടോ? അതോ മറ്റുള്ളവരുടെ മാത്രമാണ് ഞാൻ നോക്കുന്നത്, എന്റെ നോക്കാറുണ്ടോ? അങ്ങനെയുണ്ട് ചിലര് അല്ലെ? അപ്പൊ അതപ്പോ എന്റെ നോക്കിയാലേ എനിക്ക് മറ്റുള്ളവരുടെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് പോയി അല്ലെ? നെക്സ്റ്റ് നമ്മള് എനിക്ക് സഹായിക്കണമെന്നുണ്ടോ ഈ പാവപ്പെട്ട വഴിയോടത്തിരിക്കുന്ന മറ്റേ? ഓക്കെ, അപ്പൊ ഐശ്വര്യ പറയണു പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണം തോന്നി, എമ്പതി അല്ലെ? ഞാൻ ഇത്രയും ബ്ലെസ്ഡ് ആണ്, പക്ഷെ അതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്, അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നി. ഓക്കെ, അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ പറഞ്ഞ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വഴിയിൽ വെച്ച് എല്ലാരും പറയണോ? മീൻസ് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാരും, ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ നോ പ്രോബ്ലം. ഓരോരുത്തരായിട്ട് പറയണം. ഒരാൾ പറയുമ്പോ മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യണം. നമ്മളുടെ റൂൾ അതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോ. നിങ്ങളൊരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓരോരുത്തരായിട്ട് പറഞ്ഞു. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റെന്നാണോ ബെക്കെന്നാണോ? ബെഗ്. നമ്മുടെ മുന്നിൽ ഭിക്ഷ യാചിച്ച് വന്നാൽ ഞാൻ പറയാ
ഞാൻ ആ കുട്ടിയോട് ചോദിക്കും എവിടെ നിന്നാ എന്താ എവിടെ നിന്നാ വരുന്നത് എങ്ങനെയാ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. മിക്കവാറും കുട്ടികൾക്ക് പേരൻസ് ഒന്നുകിൽ ഇതായിരിക്കും എന്നാ ഈ ബ്രദേഴ്സിന്റെ കൂടെ ഉള്ള കുട്ടികൾ അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ബെഗ് ചെയ്യാൻ വിട്ടോണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ കുട്ടികളായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. അത് ചൈൽഡ് സ്വപ്ന, സ്വപ്നയുടെ എന്താ ഓഡിയോ പറ്റില്ല. അലീമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, സ്വപ്ന പറഞ്ഞു. മിസ്സേ, ഇപ്പം എന്റെ മുമ്പിൽ വന്നൊരു കുട്ടി ബെഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിയോട് ചോദിക്കും. മിക്കവാറും കേരളത്തിലുള്ള കുട്ടികളായിരിക്കാൻ ചാൻസ് ഇല്ല, വേറെ ഭാഷക്കാരെ ആയിരിക്കുമല്ലോ അങ്ങനെ കൊണ്ടുവന്ന് വിടുന്നത്. നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഈ ബെഗ് ചെയ്യാൻ വേണ്ടി ഓരോ വലിയ വലിയ ആൾക്കാർ വലിയൊരു മാഫിയ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നല്ലോ. അപ്പം ഞാൻ ഇതിനോട് ചോദിക്കാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അഥവാ മലയാളിയാണെങ്കിൽ ഞാൻ ചോദിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാ, അപ്പൊ അമ്മ പേര് എന്നാന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ തീരെ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ തന്നെയും, അതായത് ഒരു എന്നാണേലും ഒരു തീരെ അറിവില്ലാത്ത കുട്ടികളായിരിക്കില്ലയോ ഈ ബെഗ് ചെയ്യാനായിട്ട് അവർ വിടുകയും ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ആ കുട്ടീനെ നമ്മുടെ ചൈൽഡ് ഇതുണ്ടല്ലോ നമ്മുടെ ഇവിടെ തന്നെ എന്തോ ചൈൽഡ് പിള്ളേരെ സംരക്ഷിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൊച്ചിനെ എന്തെങ്കിലും സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നോക്കും. അതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി ആരാ? മാം, പൈസ കൊടുക്കില്ല. ബിക്കോസ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും. പൈസയ്ക്ക് വേണ്ടി കുഞ്ഞിനെ വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. സോ ആ കുട്ടിയുടെ നീഡ് ഒന്നുകിൽ ഫുഡ്, വാട്ടർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുപോലും ചിലപ്പോൾ ആ കുട്ടിക്ക് കറക്റ്റായി കിട്ടണമെന്നില്ല. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ആദ്യം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ഉണ്ടല്ലോ, അതിലോട്ട് വിളിച്ച് ഇൻഫോം ചെയ്യാം, ഇന്ന ഏരിയയിൽ ഒരു കുട്ടി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അങ്ങനെ കുട്ടിയെ സഹായിക്കാൻ നിൽക്കുന്നവരെ പോലും അങ്ങനെ ഈ ഭിക്ഷാടന മാഫിയ എന്നൊരുള്ളത് കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. സോ നമുക്ക് ആ നമ്പറിലോട്ട് വിളിച്ച് ഇന്ന ഏരിയയിൽ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദേ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഞാൻ പറയട്ടെ മാഡം? പറയൂ. ഓക്കെ, ആദ്യം പാരന്റ്സ് കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് എന്താണോ കുട്ടി മറുപടി പറയുന്നത് അതിനനുസരിച്ച് അടുത്തത് ചോദിക്കും. പിന്നെ ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കും. അത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കൊച്ചിനെ കാണുവാണെങ്കിൽ എനിക്ക് അന്നേരം പറ്റുമെങ്കിൽ ആ കൊച്ചിനെ എന്തായാലും, ഈ ബെഗ് ചെയ്യുന്ന കൊച്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാത്ത പിള്ളേരായിരിക്കും, കുളിച്ചിട്ടുണ്ടാകുകയില്ല, അങ്ങനെ നഖം വെട്ടിയിട്ടുണ്ടാകില്ല, നല്ല ഉടുപ്പിട്ടിട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ കൊച്ചിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നല്ല നീറ്റായിട്ട് മുടിയെല്ലാം വെട്ടി കുളിപ്പിച്ച് നല്ല നീറ്റ് ഡ്രസ്സ് ഇട്ട് ഭക്ഷണം കൊടുത്തിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ കൊച്ചിനെ, ഇപ്പൊ നമുക്ക് ഒത്തിരി അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, പിള്ളേരെ കെയർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഓക്കെ അലീസ, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പൊ ഞാനും ഏകദേശം ഇത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആ കൊച്ചു വല്ലതും കഴിച്ചോ അല്ലെങ്കിൽ കുടിച്ചോ അതായിരിക്കും ആദ്യം നോക്കുക. ഒരിക്കലും പൈസ ആയിട്ട് കൊടുക്കത്തില്ല, കാരണം പിള്ളേര് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി തന്നെ പിന്നെയും പോകും. അപ്പൊ അത്യാവശ്യം നീട് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമായിരിക്കും, ഭക്ഷണം, വെള്ളമായിരിക്കും, പിന്നെ ഡ്രസ്സ്, താമസിക്കാനൊരിത്. ഉറപ്പായിട്ടും അവരങ്ങനെ ചൈൽഡ് വെൽഫെയറിൽ അറിയിച്ച് അങ്ങനെ പോകത്തുള്ളൂ. അതെ, അവരുടെ ബേസിക്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടിക്ക് ആഹാരവും വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഇതെന്താ തെറ്റാണോന്ന് എനിക്കറിയത്തില്ല. എന്റെ മകള് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മകൾക്ക് കാണിച്ചു കൊടുക്കും, അവരുടെ ഓരോ അവസ്ഥകൾ കാണിച്ചു കൊടുക്കും. കാരണം നമ്മൾ ആഹാരം കൊടുത്താലേ ഇതുങ്ങൾ കഴിക്കത്തില്ല. അപ്പൊ ഇവർക്ക് സുഖം കൂടിപ്പോയത് കൊണ്ടാണ് ഇത് കഴിക്കാത്തത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ അത് ഓരോന്നും ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് കാണുമ്പോൾ ഓരോ വിഷമമൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഞാൻ നമുക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റു സ്ഥലത്ത് ഓരോ കൊച്ചുങ്ങൾക്ക് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ അവർ കിടന്ന് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ വിഷമം വന്നിട്ട് അവളത് ആഹാരം കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ആ ഒരു സൗകര്യം ഇല്ലായ്മയും ഇവരുടെ സൗകര്യവും തമ്മിൽ ഞാനത് കാണിച്ചു കൊടുക്കാറുണ്ട്, മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഞാൻ തെറ്റാണെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മുടെ കുട്ടികൾ എംപത്തറ്റിക്കൽ ആവണം, അവർക്ക് മനസ്സിലാകണം അവർക്ക് എന്താണ് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നില്ല എന്നുള്ളത് അതവരെ മനസ്സിലാക്കണം. കാരണം നമ്മളിപ്പോ കുട്ടികളെ ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പട്ടിണിക്കിടാനൊന്നും പറ്റുന്നില്ലല്ലോ. അവർക്ക് വേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം അവര് മനസ്സിലാക്കണം അതില്ലാതെ വളരുന്നവരും. ഹസ്ബൻഡ് ഒറ്റ മോനാണ്, അവര് ഫിനാൻഷ്യലി വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹസ്ബൻഡ് ഇപ്പോഴും പറയും
ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി തന്നെയാണ് വളർന്നത്. പക്ഷെ അതില്ലാത്തതിൻ്റെത് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്ന ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ആൾക്ക് അങ്ങനെ ഒന്നും നശിപ്പിച്ച് കളയണതും അതുകൊണ്ട് തന്നെയായിരിക്കാം ഇഷ്ടമല്ല. ഓക്കെ, ഇനി ആർക്കിങ്ങനെ എന്തെങ്കിലും പറയാട്ടോ? മാം, ഞങ്ങൾ ഇവിടെ ഇല്ലേ കാസർഗോഡ്, ഈ ഭിക്ഷാടനത്തിന് വരുന്നവർക്ക് പൈസ കൊടുക്കാൻ പാടില്ല, അവർക്ക് ഫുഡ്, വെള്ളം അങ്ങനെ ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി, അങ്ങനത്തെ ഇപ്പൊ റൂൾസ് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഓരോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരും അങ്ങനെയൊക്കെ കുറെ ആയിട്ടുണ്ട്. ഇപ്പോ നാടോടി സ്ത്രീകള് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ കൂടെയും കുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഞമ്മക്കത് അറിയുന്നില്ല. അവർ സഹായിക്കണമെന്നുണ്ട്. ഇങ്ങനത്തെ റൂൾസ് വന്ന് അവർക്ക് ക്യാഷ് കൊടുക്കാനും പാടില്ല. പിന്നെ അവർ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തായാലും കിച്ചണിലേക്ക് പോകണ്ടേ, അതും പേടി. അങ്ങനത്തെ ഒരു ട്രബിൾ ആണ് ഇവിടെ നാട്ടില്. സോ കഴിഞ്ഞു. നിങ്ങളെല്ലാരും നല്ല രീതിയിൽ അത് പാർട്ടിസിപ്പേറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഹലോ. യെസ്. അതെ, ഒരു കുട്ടി ഇപ്പം നമ്മളുടെ വീട്ടിലെ ഭിക്ഷാടനത്തിന് വരുന്നെങ്കിൽ അത് ഒരു കുട്ടി ഒറ്റയ്ക്ക് വരത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സംഘം എന്തായാലും പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഭാഷകൾ എന്താ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. കാര്യം കുട്ടികൾ ഉപയോഗിച്ച് ഇപ്പോൾ നിലവിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ തെഫ്റ്റ് നടക്കുന്ന കാലമാണ്. അപ്പോൾ കളവ് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ ആരും സംശയിക്കത്തില്ല. അപ്പോൾ അത് ഒരുപാട് കേസസ് അങ്ങനെ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ അവർക്ക് വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനും നമ്മൾ പ്രോത്സാഹനം കാണിക്കുമെങ്കിലും ഇത് നമ്മൾ കൂടുതൽ അവർ ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ട വിധേന ഒരു പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എവിടെ നിന്നാണ്, എങ്ങനെയാണ് പോലീസിനെ ഇൻഫോം ചെയ്ത് ഒരു കുട്ടി എങ്ങനെ ഇവിടെ വന്ന് ചോദിച്ച് ഒറ്റയ്ക്ക്, എന്തായാലും അവരുടെ പിന്നിൽ എന്തായാലും ഒരു സംഘം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു ചൈൽഡ് യൂണിറ്റിലോട്ട് നമ്മൾ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോലീസിൽ ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും കുട്ടി ഇഷ്ടത്തോടെ വന്ന് ബെഗ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണല്ലേ. അപ്പം അതിന്റെ പുറകിലൊരു സംഘം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ പലയിടത്തും ഇത് നിരോധിച്ചിട്ടുണ്ട് ഭിക്ഷാടനം. എന്നാലും കുട്ടികളെ വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആളുകൾ. ഓക്കെ, നമ്മളുടെ ഇവിടെയൊക്കെ കുറവാണ്. മീൻസ് കേരളത്തില് വളരെ റെയറാണ്, അങ്ങനെ ഇപ്പൊ കാണാറില്ല. ഈവൻ ഇപ്പം ആളുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട്, ക്രൗഡൊക്കെ ഉള്ളിടത്ത് വിൽക്കാനായിട്ട് ആ രീതിയിലാണ് വരുന്നത്. അതിന്റെ പുറകിൽ തെഫ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. ചിലർ ജെനുവിൻ ആയിട്ടുള്ളതായിരിക്കാം. ഇപ്പൊ മോള് ഡൽഹിയിൽ പഠിക്കുമ്പോ ഇപ്പം ഇങ്ങനെ കുട്ടികൾ വന്ന് കൈ നീട്ടിയപ്പോ ഇവൾക്ക് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഡേ മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ വന്നപ്പോ അവള് കാശ് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പൊ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു കുട്ടി അത് പറഞ്ഞു കൊടുക്കരുത്, അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോ എവിടെ നിന്നാന്നറിയില്ല ഇവള് വന്ന് ഇറങ്ങിയതും ഒരു ഗ്രൂപ്പ് പിള്ളേരായിരുന്നു വന്ന് വളഞ്ഞത്. ഭയങ്കര ടഫായിപ്പോയി സിറ്റുവേഷൻ, ഭയങ്കര ടഫായിപ്പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നമ്മൾക്ക് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ ഇതുപോലെ ഇങ്ങനെ ചെയ്യരുത്. പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കുണ്ടായ രണ്ടൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അത് കുട്ടിയൊന്നുമില്ല, കുഞ്ഞു കുട്ടിയെ കയ്യിലെടുത്തോണ്ട് ഭിക്ഷ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ നമ്മളത് കൊടുത്തു പോകും. ഈ കൊച്ചിങ്ങനെ മയക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മയക്കിയിട്ടുണ്ട്. ഞാൻ 1996-2000 കാലഘട്ടത്തിലായിരുന്നു എന്റെ എഞ്ചിനീയറിംഗ് പഠനകാലം. ഞാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ട്രെയിനിനാണല്ലോ. ഒരു ദിവസം വീട്ടിലേക്ക് എനിക്ക് വരണം എറണാകുളത്തേക്ക്. അപ്പൊ ഞാൻ വേഗം ഓടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറാം എന്നൊക്കെ വിചാരിച്ച് കയറാനായിട്ട് വരുമ്പോ ട്രെയിൻ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുമ്പോ ഇതുപോലെ ഒരു ലേഡി, ഒരു മലയാളിയൊന്നുമല്ല, ഒരു കൊച്ചിനെ ഇങ്ങനെ തോളിലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി വെക്കുവോ, അങ്ങോട്ട് ഒരു തുണി ബാഗ് പോലെ കെട്ടി അങ്ങനെ എന്തോ വെച്ചിരിക്കുക. കൊച്ചിനെ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് വന്ന് കൈ നീട്ടി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമുക്കന്ന് പോക്കറ്റ് മണി ആയിട്ട് 50 രൂപയൊക്കെ നമ്മുടെ കയ്യില്, അതൊക്കെയാണ് നമ്മുടെ മാക്സിമം അന്നത്തെ കാലഘട്ടത്തില്. ഞാൻ എന്ത് ചെയ്തു, അവർക്കൊരു ഊണ് വാങ്ങിച്ചു കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്തു. അന്ന് ഒരു പൊതിച്ചോറിന് 15 രൂപ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. അന്ന് ഈ ഭിക്ഷയ്ക്ക് വരണവർക്കൊക്കെ 1 രൂപ 2 രൂപയ്ക്കാണ് മാക്സിമം കൊടുക്കുന്നത്. അതിന് പകരമാണ് ഞാൻ 15 രൂപയ്ക്ക് അവർക്ക് പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്തത്. അവരാ ചോറ് എന്ത് ചെയ്തെന്നറിയോ, അവരാ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. അവർക്ക് ആവശ്യം ഭക്ഷണമായിരുന്നില്ല, അവർക്ക് പണമായിരുന്നു ആവശ്യം. എനിക്കത് ഭയങ്കര ഒരു ഷോക്കിംഗ് ഇൻസിഡൻസ്, ഞാൻ ഇപ്പോഴും മറക്കില്ല. കാരണം ഭക്ഷണം വേസ്റ്റ് ആയതിന്റെ വിഷമം, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തത്. എനിക്ക് അവരെ ഒഴിവാക്കാൻ 1 രൂപ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും.
പക്ഷെ ഞാൻ അതിന് പകരം എന്റെ കയ്യിൽ എനിക്ക് അച്ഛൻ തന്നു വിടുന്ന ആ ഒരു കാശിൽ നിന്നും എടുത്തിട്ടാണ് ഞാൻ ആ ചോറ് വാങ്ങിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് കുറെ വർഷത്തിന് ശേഷം ഒരു 2004 ആ സമയത്തായിരുന്നു എന്റെ കല്യാണം. ഞാനും ഹസ്ബൻഡും കൂടെ മറൈൻ ഡ്രൈവിലെ ഈ റെയിൻബോ പാലം ഉണ്ടല്ലോ, അതിൽ കൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ലേഡി കൊച്ചിനെ ഒപ്പത്ത് വെച്ചിട്ട് കൈ നീട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പണ്ടത്തെ ഓർമ്മ മനസ്സിലുണ്ട്, എന്നാലും കാശ് കൊടുക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കുന്നത് തന്നെയാ താല്പര്യം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, അപ്പൊ താഴെ ഒരു കൊച്ചൊരു റെസ്റ്റോറന്റ് പോലെയുണ്ട്, പറഞ്ഞു അവിടുത്തെ ഭക്ഷണം വെള്ളവും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ അവര് അവരുടേതായ ഭാഷയിൽ എന്തോ ചീത്ത പറഞ്ഞു. പിന്നെ എന്തോ അവർക്ക് മലയാളം ഇങ്ങനെ അറിയാൻ തോന്നുന്നു. അവര് എന്നെ കേഴ്സ് ചെയ്തു, നിനക്കൊന്നും ഒരു കാലത്തും കുട്ടി ഉണ്ടാകാതെ കുട്ടി. അവരെന്നെ പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയി എന്നുള്ള സത്യം. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചൊന്നുമില്ല, എന്നാലും അവർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴേ അത് കേൾക്കുമ്പോ നമുക്കൊരുമായിരുന്നു. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോയപ്പോ ഉണ്ടായ ഒരു അനുഭവമാണ് അത്. സോ അതൊക്കെ ഒരു കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു കുട്ടി വന്ന് ബെക്ക് ചെയ്താൽ അപ്പൊ തന്നെ കാശ്, കുട്ടി എന്നല്ല ആര് വന്ന് ബെക്ക് ചെയ്താലും കാശ് കൊടുക്കാന്നുള്ളതല്ല, അവരുടെ നീഡ്സ് എന്താന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ വന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വ്യൂസ് അത് തന്നെയായിരുന്നു. വെരി ഗുഡ്. ഓക്കെ ഫൈൻ. മിസ്, നമ്മളിപ്പോ പൈസ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെ ചീത്ത പറയും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മിസ്. ഞാൻ +1 പഠിക്കുന്ന ടൈമില് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ ഡെയിലി വരും കേട്ടോ. അപ്പൊ നമുക്ക് അന്ന് 1.50 ബസ് ചാർജ്. അപ്പൊ ആ പൈസയാണ് തരാ, കൂടി പോയി ഒരു 5 രൂപയാണ് തരുന്നത്. അപ്പൊ ബാക്കി പൈസ നമ്മൾ തന്നെ അത് എടുത്തു വെക്കണം. പിറ്റേ ദിവസം ബസ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ വീട്ടിൽ നിന്ന് അപ്പച്ചൻ പറയും, തന്നേലുണ്ടല്ലോ അത് പോരാ, അങ്ങനെ പറയും. അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ 50 പൈസ അല്ലെങ്കിൽ 1 രൂപ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കൂട്ടാ. എന്നിട്ട് +2 വെക്കേഷൻ ആയ ടൈമില് വീട്ടില് വെറുതെ ചുമ്മാ കളിച്ചോണ്ടൊന്നും ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഒരു 2 മാസത്തേക്ക് ജോലിക്ക് പോയായിരുന്നു. അപ്പൊ ആ ടൈമില് ഈ സെയിം ഒരു ഏജ് ആയിട്ടുണ്ട്, ഒരു അമ്മച്ചി, അത്രയും ഒരു ഏജ് ആയിട്ടുണ്ട്. ആ പുള്ളിക്കാരി ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വരും ആ ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്ത്. അപ്പൊ ആൾക്ക് എന്നും നമ്മൾ പൈസ കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു ദിവസം ഞാൻ കൊടുത്തില്ല കേട്ടാ, അതിന് ആളെന്നെ നല്ല വഴക്ക് പറഞ്ഞു. അത് അത്രയും ടൗണിലാണ്, തൃശ്ശൂരാണ് നിക്കുന്നത്. എനിക്ക് ആകെ എന്താ പറയാ, ആകെ ഒരു വിഷമായി. ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട്. അപ്പൊ തൊട്ടപ്പുറത്തെ ഷോപ്പിലത്തെ കടയിലത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, നിനക്ക് പൈസ കൊടുക്കാതിരുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ല, ആൾക്ക് എന്നും പൈസ കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ ചേട്ടൻ എന്നിട്ട് പറഞ്ഞേ, ഇവർക്കൊക്കെ നല്ല പൈസയുണ്ട്, നിന്റെ വിചാരം ഇവർക്കൊന്നും പൈസ ഇല്ല എന്നാണോ? ആ പുള്ളിക്കാരത്തിയുടെ മോള് എഞ്ചിനീയറിങ്ങിന് അത്ര പഠിക്കണേന്ന്, തമിഴ്നാട്ടിലാണെന്ന്. അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചേട്ടൻ നല്ല കമ്പനിയാണ്. ഈ ചേട്ടൻ ആ അമ്മച്ചിയോട് പറഞ്ഞേ, മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? അങ്ങനെ വെറുതെ തമാശക്ക് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ജോലിക്ക് നിൽക്കുന്ന ഷോപ്പില് ഒരു 10th പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ജിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ വെക്കേഷൻ ടൈമില് അവൻ അവിടേക്ക് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കടയില് വന്നപ്പോ അവൻ 5 രൂപ കൊടുത്തേ. എന്നിട്ട് പറഞ്ഞ, ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിട്ടോ, ഇപ്പോഴൊന്നും വരണ്ട. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവാണ്, അവിടെ വിളവെടുപ്പ് അത്രന്ന്. അപ്പൊ കൃഷിയുണ്ട് ആ പുള്ളിക്കാരിക്ക് അവിടെ, അതിന്റെ വിളവെടുപ്പാന്ന്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആള് പോയി. അപ്പൊ എനിക്ക് ആകെ ഒരു വിഷമായി, ഞാൻ കൊടുക്കാതിരുന്നതിന് ആളിങ്ങനെ വഴക്ക് പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ സാധാരണ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ആൾക്ക് ഡെയിലി കൊടുത്തോണ്ടിരിക്കണം, അതാണ് ഒരു പ്രശ്നം. എന്നിപ്പോ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ആൾക്ക് നല്ല പൈസയൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അതെനിക്ക് ആകെ ഒരു വിഷമായി. നമ്മള് പറ്റിക്കപ്പെട്ടു അല്ലെ? നമ്മൾ ആരെയും പറ്റിക്കാനും പാടില്ല, നമ്മളെ ആരും പറ്റിക്കുകയും ചെയ്യരുത്, രണ്ടും ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മള് സഹായിച്ചാല് നമുക്കത് തീർച്ചയായും പണിയാണ് കിട്ടുക. അപ്പൊ സഹായിക്കാതിരുന്നാ മതി. പക്ഷെ ഡിസേർവിംഗ് ആയുള്ള ആൾക്കാർക്ക് അപ്പൊ സഹായം കിട്ടാതെ പോകും. അതാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്കൊന്നും വിശ്വാസം വരില്ല, ആർക്ക് ശരിയാണോ ജെന്യുവിനാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ ചികിത്സാ സഹായം അങ്ങനെയൊക്കെ, പിന്നെ അതുപോലെ ഓൾഡ് ഏജ് ഹോം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീടുകളിൽ വരുമല്ലോ, ഞാൻ കൊടുക്കില്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവ സ്ഥാപനം ഉണ്ടോ എന്നൊക്കെ നോക്കി അത് ഉണ്ട് എന്ന് ബോധ്യമായ മാത്രമാണ് ഞാൻ അവർക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. കയ്യിലായിട്ട് ക്യാഷ് ആർക്കും കൊടുക്കില്ല. ഓക്കെ, ശരി, നമ്മൾ അത് പറഞ്ഞു. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ലെസണിലേക്ക് പോവാനോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?
വീട്ടിൽ ഇതുപോലെ അച്ഛൻ ആര് വന്നാലും പെട്ടെന്ന് എടുത്തു കൊടുക്കും. ഞാനിങ്ങനെ അച്ഛനോട് പറയും, ഞാൻ ഈ MSW കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ആ ഒരു തിങ്കിങ് എനിക്ക് വന്നത്. അങ്ങനെ പെട്ടെന്ന് ആർക്കും അങ്ങ് എടുത്തു കൊടുക്കരുത്, ഡിസേർവിങ് ആയവർക്ക് മാത്രം കൊടുക്കുക, അവർ കേപ്പബിൾ ആക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. വിശക്കുന്നവന് മീൻ കൊടുക്കുമല്ല, മീൻ പിടിക്കാൻ അയാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇതിൽ പറയുന്ന ഒരു സ്ലോഗൻ പറയുന്നത് അതാണ് കേട്ടോ. അപ്പോ അങ്ങനെ വന്നപ്പോഴേക്കും ഒരു ദിവസം വീട്ടില് വിഷു അടുക്കാറായ സമയമാണ്. അപ്പൊ നോക്കുമ്പോൾ ലേഡി കേരള സാരിയൊക്കെ കൊടുത്ത് അവരൊരു ഇങ്ങനെ ID കാർഡ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ മലയാളിയല്ല, അങ്ങനെ ഏതോ ഒരു റാന്നിയിലോ പത്തനംതിട്ടയിൽ എവിടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെ ക്യാഷ് ചോദിച്ചു. അച്ഛൻ എന്നോട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കുക, എന്നിട്ട് അതങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞു, ഞാനത് നിങ്ങൾ അവിടെ അയച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിൽ കണ്ട നമ്പറിൽ വിളിച്ചപ്പോഴേക്കും ഒരാൾ എടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ നിങ്ങളുടെ വോളണ്ടിയേഴ്സിനെ അയച്ചിട്ടുണ്ടോ, ഇങ്ങനെ ക്യാഷ് ഒക്കെ വാങ്ങാനായിട്ട് വോളണ്ടിയേഴ്സിനെ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ട്രെയിനിൽ എങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോൾ, ഒരു പാസഞ്ചർ ട്രെയിനായിരുന്നു, റിസർവേഷൻ ഒന്നുള്ള ട്രെയിൻ ആയിരുന്നില്ല. ട്രെയിനിൽ ഇരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ലേഡി നടന്നു വരുന്നു, വേറെ വേഷത്തില്, വേറെ ID കാർഡൊക്കെ ആയിട്ട്. അപ്പൊ നോക്കുമ്പോ അതൊരു ഫേക്ക് ആയിരുന്നു. അത് മറ്റേ ID കാർഡല്ല, മറ്റേ ഒരു മഞ്ഞ കാർഡോ അങ്ങനെ ഒരു കാർഡ് തരുമല്ലോ. എന്റെ അച്ഛൻ കടന്നുപോയിന്നോ, മരിച്ചുപോയി, ഞങ്ങൾ ഇത്ര പെൺകുട്ടികളുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെ എഴുതിയൊരു കാർഡ് കൊണ്ടിട്ടില്ല. കാർഡുമായിട്ട് വരുന്നു. 2 ദിവസം കഴിഞ്ഞത് കൊണ്ടായിരിക്കും ഇവർക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഒരു കാർഡ് കൊണ്ടുവന്നിട്ടപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് പറയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇതാണ് കേസ്, ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അവരെന്നിട്ട് ഞാൻ ഇരുന്ന കമ്പാർട്ട്മെന്റിൽ ആ കാർഡ് തിരിച്ചെടുക്കാൻ വന്നില്ല. നിനക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഡിസേർവിങ് ഹാൻഡിലേക്ക് പലപ്പോഴും പോകില്ല നമ്മുടെ സഹായം. നല്ലതുപോലെ അന്വേഷിച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പാടും. വീട്ടിൽ ആര് വന്നാലും ഞാൻ അവരോട് പറയും, ഞാൻ തൊട്ടടുത്ത് പറവൂർ അടുത്തുനിന്ന് ഒരിടത്ത് വന്നു, ഞാൻ എന്ത് ചെയ്തു, അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് എവറി മന്ത് ഞാൻ അവർക്ക് കൊടുക്കും. അതൊരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലം. പ്രായമായവരുണ്ട്. പ്രായമായി കഴിയുമ്പോഴേക്കും ഇവരെ നോക്കാൻ ചിലപ്പോൾ ഇവരുടെ പാരന്റ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ വരുമ്പോൾ ഇവരെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ മന്ത്ലി ഞാൻ കൊടുക്കും. കാരണം ഞാൻ പോയി കണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട്. നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജെനുവിനായെടുത്ത് കൊടുക്കുക. അത് ഒരു സ്ഥലത്താണെങ്കിൽ ഒരു സ്ഥലത്ത്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ നെക്സ്റ്റ് ലെസണിലേക്ക് പോവുകയാണ്. യൂണിറ്റ് 2, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അല്ലെ, നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എന്തുകൊണ്ടാണ് ഹെൽത്തിനെയും ഹൈജീനെയും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? ആരോഗ്യവും വൃത്തിയും മെയിൻ. നമ്മള് പല കാര്യങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ പല മാർഗങ്ങൾ തേടാറുണ്ടല്ലേ. ഒരു എക്സാം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ അത് പാസ്സാവണം, നല്ല മാർക്ക് കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി പല മാർഗങ്ങളും, പഠന രീതികൾ, പല മാർഗങ്ങൾ എടുക്കും. അങ്ങനെ നല്ല ഹെൽത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ള മാർഗമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഹൈജീൻ ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആവില്ല അല്ലെ. അപ്പൊ ഹെൽത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്, റൂട്ട്, മീൻസ്, വഴി എന്നൊക്കെ പറയുന്നതാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? കുട്ടികള് ഹൈജീൻ ആകുന്നതും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അത് കഴിയുമ്പോൾ ഒരു സ്കൂളിലും പിന്നെ ഇമ്പോർട്ടന്റ് റോളാണ് കുട്ടികളുടെ ഹെൽത്തിന്റെ ഹൈജീന്റെയും കാര്യത്തിൽ.
ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ ഹെൽത്ത് നെസസറി ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മളുടെ ആക്ടിവിറ്റീസ് നന്നായി നടക്കുള്ളൂ. ആ ഹെൽത്തിലേക്ക് എത്താനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് നമ്മൾ നല്ല ശുചിത്വം, വൃത്തി. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങളിലുള്ള ഹൈജീൻ, അതുപോലെ തന്നെ ചുറ്റുപാട്. പലപ്പോഴും പലരും ചെയ്യുന്നത് വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി തരും. പക്ഷെ പുറത്ത് കിടന്നത് ചെയ്യുമ്പോൾ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നതെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് വ്യക്തിയിൽ നിന്ന് മാത്രമല്ല, എല്ലായിടങ്ങളിലൂടെയും അത് സ്പ്രെഡ് ആകും. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by his health. Aristotle's maxim, sound mind in a sound body, is a completely accepted idea. Health can be defined as 1 or 2 sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word, name of Greek goddess of healing, and it means health. The knowledge on health and hygiene, children to achieve and maintain good health and hygiene habits by themselves as well as the society. ഓക്കെ, സോ 2 പാരഗ്രാഫ്സ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഹെൽത്ത് അപ്പോൾ ഒരു നെസസറി കണ്ടീഷനാണ്. പ്രത്യേകിച്ചും കുട്ടികളെ കൺസിഡർ ചെയ്യുമ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവരുടെ എല്ലാ വളർച്ചയും ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെയും വളർച്ച നടക്കുന്ന ഒരു സമയമാണ് ഡെവലപ്മെന്റ്. അവരുടെ മൈൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടി, ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ശരീരം, ഫിസിക്കൽ, സോഷ്യൽ, കുട്ടി മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, സോഷ്യലൈസ് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ ആ ഒരു ബുദ്ധിപരമായ ഒരു വളർച്ച, ആ ഒരു നോളജ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച. പിന്നെ സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് റിലേറ്റഡ്, കുട്ടിയുടെ മൂവ്മെന്റ്. ഒരു കുട്ടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ആ കുട്ടിക്ക് നല്ലൊരു ഹെൽത്തി ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, കുട്ടി വളരെ എനർജി ലോ ഫീൽ ചെയ്ത് നടക്കുന്നു, അനീമിക് ആണോ, അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, കാലൊക്കെ നിലത്ത് ഉറക്കാത്ത പോലെ വേച്ച് നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ലാംഗ്വേജ്, ഭാഷ, അത് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണല്ലേ. അതെല്ലാം ഹെൽത്ത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഈ ഡെവലപ്മെന്റ് ഏരിയകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തു പോകും. അതേസമയം ആരോഗ്യപരമായ കുറവുകളുള്ള ഒരു വിളർച്ച ബാധിച്ച ഒരു കുട്ടിയാണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ സ്ലീപ്പി ആയിട്ടിരിക്കും അല്ലെ, ഒരു ഉറക്കം തൂങ്ങിയ പോലെയോ അല്ലെങ്കിൽ വളരെ അനങ്ങാതെ. നമ്മൾ പക്ഷെ ചില കുട്ടികളെ ഗുഡ് ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തും ടീച്ചർമാരെ ക്ലാസ്സിൽ. ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നോളും, ഒരു ശല്യമില്ല എന്ന് പറയും. പക്ഷെ അത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ എവിടെയെങ്കിലും ചില കുറവുകൾ ഉണ്ടായിരിക്കും. അത് അവരുടെ ഹെൽത്ത് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. പ്രോപ്പർ ഹെൽത്ത് ആണോ, പ്രോപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമാണോ അവർ കഴിക്കുന്നത്, ഇതെല്ലാം ആസ് എ ടീച്ചർ നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ നോക്കുന്ന പോലെ തന്നെ ഒരു ടീച്ചർ ആവുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. വീട്ടിൽ നമുക്ക് കൂടി വന്നാൽ 2, 3, 4 കുട്ടികൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് 20, 30, 40, 50 അതിൽ കൂടുതലൊക്കെ കുട്ടികളായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാകുമ്പോൾ അവരുടെ ആ ഒരു വളർച്ച കാലഘട്ടമാണ്. അവരുടെ ഫണ്ടമെന്റൽസ്, ആ ഒരു ബേസ് നല്ല സ്ട്രോങ് ആവുന്ന ടൈമാണ് അവരുടെ പ്രീ സ്കൂൾ ഇയേഴ്സ്, KG സെഷനിൽ അവർ പഠിക്കുമ്പോൾ. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാത്തിന്റെയും ഫണ്ടമെന്റ്, നമ്മളൊരു വീട് വെക്കുമ്പോൾ ബേസ്മെന്റ് ഇടുന്ന പോലെ തന്നെ എല്ലാ ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജിലും ഓരോ ഏരിയയിലും ഇവർക്ക് ബേസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് പ്രീ സ്കൂൾ ഇയേഴ്സ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്റ്റീവ് ആകുന്ന ടൈം സ്കൂളിലിരിക്കുമ്പോഴാണ്, വീട്ടിലല്ല. അപ്പൊ വീട്ടിലുള്ളവരെക്കാളും ഉത്തരവാദിത്തം അപ്പൊ ടീച്ചേഴ്സിനുണ്ട്, അവരുടെ ഈ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഇതില് അരിസ്റ്റോട്ടിലിന്റെ ഒരു മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിൻസിപ്പിൾ, ആക്സിയം എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം ഒരാൾ ഒരു തിയറി, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ അതെല്ലാം ഫോളോ ചെയ്യും, ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ.
അദ്ദേഹം പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതായത് ഒരു ഹെൽത്തി ആയിട്ട്, സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മീനിങ്. നമ്മൾ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയില്ലേ, സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഉറക്കം, നമ്മളുടെ ആരോഗ്യത്തെ കാണിക്കുന്ന ഒന്നാണ് സൗണ്ട് സ്ലീപ്പ്. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറങ്ങാത്തത്. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, നല്ല ആരോഗ്യമുള്ള ശരീരത്തില് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ പറയുവാണ് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു നല്ല ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു സമാധാനം വീട്ടിലും ഇല്ല, ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഇല്ലെങ്കിൽ നമ്മൾ വെല്ലല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ സമാധാനത്തെ, സന്തോഷത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ മൈൻഡ് വളരെ ലോ ആയി പോകും. എത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളുടെ മനസ്സിന് ഡിസ്റ്റർബ് ആകുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും. വീട്ടിലും സമാധാനം ഇല്ല, ജോലി സ്ഥലത്ത് സമാധാനം ഇല്ലെങ്കിൽ അയാളുടെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയിരിക്കും. നമുക്ക് യൂണിറ്റ് 6 ഉണ്ട്, മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. പക്ഷെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പറയുമ്പോൾ നമ്മൾ അതും കൂടെ അതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ഞാൻ പറഞ്ഞു. Second. നെക്സ്റ്റ് ഹെൽത്ത് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം പല രീതിയിൽ. 1 or 2 സെന്റൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പറയാനായിട്ട് പറ്റും. ഒരു അസുഖം വന്ന് നമ്മൾ കുറെ ദിവസം കിടപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹെൽത്തിനെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണ രീതികളോ ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല. ഒരു ആളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങനെ അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല. അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവയർനെസ് കിട്ടുന്നു ഹെൽത്തിനെ കുറിച്ച്. ആ കിട്ടുന്നപ്പോ ഞാൻ വലിയൊരു ക്ലാസ്സിന് പോയി ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ നോളജ് കിട്ടിയതുകൊണ്ട് മാത്രമാണോ കാര്യം? ആ അവയർനെസ് ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമാണ് എനിക്ക് ഹെൽത്ത് കിട്ടുള്ളൂ. ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽത്തി ആവില്ല, അല്ലെ? ആ കിട്ടിയ അറിവ് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം, അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യണം, എന്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. എഡ്യൂക്കേഷൻ, ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രമല്ല, എന്ത് എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മളത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പേര് അതുമായിട്ട് കണക്റ്റഡ് ആണ്, ഹൈജീൻ. നമ്മൾ ഹൈജീൻ എത്രത്തോളം ആകുന്നു നമ്മളുടെ ഹെൽത്ത് അത്രയും നന്നായിരിക്കും. ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ഗ്രീക്ക് ഗോഡസ്. ഇപ്പൊ നിങ്ങളുടെ ചാറ്റ് ബോക്സ് ആരും ഇട്ടിട്ടുണ്ട്, ഹൈജിയ. അതിൽ നിന്നാണ് ഈ ഹൈജീൻ എന്നുള്ള വേർഡ് വന്നത്. ഹൈജിയ എന്നുള്ള ഒരു ഗ്രീക്ക് ഗോഡസ്, HYGIEA. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഗോഡസ്. ഈ ഗ്രീക്ക് പുരാണങ്ങളിൽ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, ഓരോരുത്തരും ഓരോന്നിനുള്ളതാണ്, അല്ലെ? അതുപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഒരു ഗ്രീക്ക് ഗോഡസ് ആണ് ഹൈജിയ. ഹീലിംഗോ അങ്ങനെ എന്തോ ആണ് അവരുടെ പേരിന്റെ മീനിങ് എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. ഒരു ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കണം. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് നമ്മുടെ മക്കള് കണ്ടുപഠിക്കുന്നത്, നമ്മൾ സ്കൂളിൽ കാണുന്നതുമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവര് ചെറുപ്പം തുടങ്ങി, നമുക്കറിയാം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലേ. ആ ശീലങ്ങൾ പോസിറ്റീവ് ഹാബിറ്റ്സ് ആണെങ്കിലോ വളരെ നല്ലതായിരിക്കും അവരുടെ ലൈഫ്. അവരൊരു അഡൾട്ട് ആവുമ്പോഴേക്കും നല്ല ഹാബിറ്റ്സ് ഉള്ള ഒരു അഡൾട്ടായി മാറും. ചെറുപ്പത്തിലെ തന്നെ ഈ നല്ല ഹൈജീൻ ഹാബിറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർ വളരുമ്പോഴെല്ലാം ആ ഒരു രീതിയിലായിരിക്കും അവർ വളർന്നത്. ഒരു വൃത്തിയില്ലാതെ ആ ഒരു സ്വന്തം ഹൈജീനും നോക്കില്ല. കണ്ടിട്ടില്ലേ, കുട്ടികൾ ചില സമയത്ത് ശരിയായ സമയത്ത് കുളിക്കാറില്ല, ഭക്ഷണം വൃത്തിയായിട്ട് കഴിക്കില്ല, ഭക്ഷണം കഴിച്ച സ്ഥലം അവർ ക്ലീൻ ആക്കുന്നില്ല, ആ ഒരു ഭക്ഷണം കഴിക്കാൻ എടുത്ത പ്ലേറ്റ് അവർ ക്ലീൻ ആക്കുന്നില്ല. അങ്ങനെ അവര് തോന്നിയ പോലെ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള ഒരു കാര്യമുണ്ട്. മോണ്ടിസോറി മെത്തേഡില് കുട്ടികൾ സ്കൂളിൽ ഇതെല്ലാം പഠിക്കുന്നുണ്ട്.
നമ്മുടെ സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡിലെ കുട്ടികൾ വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിലെ കുട്ടി സ്കൂളിൽ ഇത് ട്രെയിൻഡ് ആണ്. അപ്പൊ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ പോലും ആ പ്രീ സ്കൂൾ ഇയറിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് കിട്ടും. അപ്പൊ നമ്മൾ ഓർക്കും വീട്ടിൽ 3 വയസ്സ് വരെ അപ്പൊ ശീലിച്ചു പോകുന്നതൊക്കെ ഈ കുട്ടി പിന്നെ കണ്ടിന്യൂ ചെയ്യില്ലേന്ന്. ശരിക്കും ഒരു മനുഷ്യന്റെ മെമ്മറി 3 വയസ്സ് വരെയുള്ള മെമ്മറി അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് പിന്നീട്. പക്ഷെ 3 വയസ്സിന് ശേഷം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഓർമ്മയായിരിക്കും. അതുകൊണ്ടാണ് 3 to 6 years ആണ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ പിന്നെ നിങ്ങൾക്ക് സൈക്കോളജി പാർട്ടിലൊക്കെ അത് വരും. മെമ്മറിയെ കുറിച്ചെല്ലാം ഞാനിപ്പോ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ അപ്പൊ ഏറ്റവും ചെറുപ്പത്തിൽ വീട്ടില് നല്ല ശീലങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ സ്കൂളിൽ വന്നാൽ അത് തന്നെ കാണിക്കുകയും അതിന്റെ ഒരു റിഫ്ലക്ഷൻ അവർക്ക് ഉണ്ടാകും. പക്ഷെ അവര് സ്കൂളിൽ നല്ല രീതിയിൽ അവർക്ക് ശീലിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവരത് ഫോളോ ചെയ്യും. വീട്ടിൽ ചെന്ന് വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ഗുണം. ഒരു ചെറിയ കുട്ടി സ്കൂളിൽ നിന്നും ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ്, അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരു കൊച്ചു കുട്ടിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് സാധാരണ ഒരു ലെക്ചർ ക്ലാസ് പോലെ ഒരിക്കലും കൊടുക്കരുത്. കുട്ടികൾ എപ്പോഴും അട്രാക്റ്റഡ് ആകുന്നത് എങ്ങനെയുള്ള മീഡിയംസ് ആണ്, എങ്ങനെയുള്ള കാര്യത്തിലൂടെയാണ് കുട്ടികൾക്ക് നമുക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുക? നമ്മൾ എന്താ ചെയ്യുന്നത്? പിക്ചർ, സ്റ്റോറി, അല്ലെ, എന്തെങ്കിലും കളികള്, ആക്ടിവിറ്റീസ്. നമ്മൾ കളക്ഷൻ ബുക്കിൽ ഒന്നും അധികം എഴുതിയിട്ടില്ല. നമ്മൾ കൂടുതലും കളക്ട് ചെയ്യുക ചെയ്ത പിക്ചേഴ്സ്. വലിയ ലെക്ചർ ക്ലാസ്സിനേക്കാളും കുട്ടികൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ക്ലാസ് പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബ്രെയിനിന്റെ വലിപ്പം അവർക്കായിട്ടില്ല, അല്ലെ. അപ്പൊ അവർക്ക് എപ്പോഴും ഇമേജുകൾ കാണുക, നല്ല മ്യൂസിക് കേൾക്കുക, പിന്നെ ചില ഗെയിംസ്, അതൊക്കെയാണ്. ഇപ്പം ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, അതിന്റെ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ അത് തന്നെ ഫോളോ ചെയ്യും. ഇത് മാത്രമല്ല, ഇവര് ചെന്നത് വീട്ടിൽ ചെന്ന് പറയും. ഇവര് പറയുന്നത്, ഇവരുടെ സംസാരം വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ വീട്ടിലുള്ളവരുടെ ഉള്ളിലും അത് കയറും. അങ്ങനെ കുറെ വീടുകളിലേക്ക്, ഒരു 20 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ 20 വീടുകളിലേക്കും ഈ ഒരു അവയർനെസ് ചെയ്യുവാണ്. അപ്പൊ ഒരു സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ആ ഒരു സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആയി മാറും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറയും. ഓക്കെ, ഇത് പിന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഹെൽത്തിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാ, അരിസ്റ്റോട്ടിൽ പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതുപോലുള്ള ഫ്രേസസിന് മലയാളത്തിൽ എന്താ പറയുക, ഉദ്ധരണി എന്നാണോ? കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫ്രേസ് ഉണ്ടല്ലോ, ഹെൽത്ത് ഈസ് വെൽത്ത്. അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാമോ? ക്ലാസ്സിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഒക്കെയാണോ? ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, ശബ്ദത്തിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന്. അതായത് ഹെൽത്ത് ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യം. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. മരിച്ചതുപോലെയാണ്. ബെഡ്രിഡനായിട്ട് മിനിമം നമ്പേഴ്സ് പറ്റുന്നത്രയും കളക്ട് ചെയ്യൂ. 1 2 എന്തായാലും കിട്ടുമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും കളക്ട് ചെയ്തു. അത് വെച്ചിട്ടൊരു ഒരു പോം, ഒരു റൈം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. മലയാളമാണോ മിസ്? ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം. ഇംഗ്ലീഷിൽ തന്നെ ഇപ്പം ഞാൻ ചക്രത്തിനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്നുള്ളതിനും കണക്ട് ചെയ്യുന്നൊരു ഒന്നാണ് ഞാൻ പറഞ്ഞ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസ്റ്ററി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്ത് ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒരു മരിച്ചതിന് തുല്യമാണെന്നുള്ള രീതിയിൽ വന്നു നോക്കൂ. മലയാളത്തിലും കിട്ടുന്നൊക്കെ എഴുതി വെച്ചു, നമുക്ക് അതിനെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാമല്ലോ. ഞങ്ങൾ ഹാൻഡ് വാഷിനെ കുറിച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്. അപർണ മിസ്സിന്റെ ആക്ടിവിറ്റി ആയിരുന്നു ഹാൻഡ് വാഷിനെ കുറിച്ച്. ആക്ഷൻ സോങ് പ്ലക്കാർഡ്സ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാ. സ്കൂളിൽ പോകുമ്പോൾ പ്ലക്കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ നല്ലപോലെ കാർഡ്ബോർഡില് പിക്ചർ ഇങ്ങനെ ഒട്ടിച്ച് കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് പ്ലക്കാർഡ്സ് വെച്ചിട്ട് ആ ഒരു 1 2 3 4 എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ഓരോ കുട്ടികളെയും ആ ഓർഡറിൽ നിർത്തിയിട്ട് അവരുടെ കയ്യിൽ പ്ലക്കാർഡ്സ് കൊടുക്കാം. അവരെ കൊണ്ട് ആക്ഷൻസ് ചെയ്യിക്കോ, മറ്റു കുട്ടികൾ അവരെ കണ്ടുകൊണ്ട് ആക്ഷൻ ചെയ്യിക്കോ. ഇന്നോവേറ്റീവ് ആയിട്ട് പലതും നമുക്ക് ചെയ്യാം. യെസ്,
ഓക്കെ ദെൻ ഹെൽത്ത് ഈസ് വെൽത്ത്. ഇതുപോലത്തെ ഫ്രേസ് ആണ്. യെസ്, അതുപോലത്തെ ഫ്രേസ് തന്നെയാണ്. പിന്നെന്താ, ഹെൽത്ത് ഈസ്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, സോ കളക്ട് ചെയ്തിട്ട് വരൂ. കിട്ടുന്ന പോലെ കേട്ടോ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ ദെൻ. Okay, ma'am. Thank you. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Nice Thank you, sis. ma'am. Thank you, ma'am. ഐശ്വര്യ എന്തെങ്കിലും പറഞ്ഞോ? ഐശ്വര്യ ഷെൽ. താങ്ക് യു പറഞ്ഞതാ. അതെ.